ഞാനിപ്പോൾ വന്നിട്ടുള്ളതേ ഗുദൈബിയ ലുലുവിലാണ്. ഇവിടെ വന്നപ്പോൾ ഉണ്ട് ഈ സെൽഫ് സർവീസ് ചെക്കൗട്ട് കൗണ്ടർ കാണുന്നത്. പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. പുതിയ ടെക്നോളജികളൊക്കെ വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. ഇനി ഭാവിയിൽ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ ജോലി ഒഴിവ് വരുമ്പോൾ ബില്ലിംഗ് സ്റ്റാഫുകളുടെയൊക്കെ കാര്യം ഗോവിന്ദയായിരിക്കും അല്ലേ. നമ്മൾ ചെല്ലുമ്പോൾ കൗണ്ടറിലൊക്കെ തിരക്കാണെന്നുണ്ടെങ്കിൽ ഇത് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി തീർത്തിട്ട് പോകാം. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെങ്ങാനായിരിക്കണം. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം ചെയ്ത കുറേ ടീമുകളില്ലേ, അവർ പുതിയ കാരണമൊന്നും കിട്ടാതെ അലഞ്ഞ് തിരിഞ്ഞ് നടപ്പുണ്ട്. അവർക്ക് സമരം ചെയ്യാൻ പുതിയൊരു കാരണം കൂടി ആയതിന്. സംഗതി സിമ്പിളാണ്, പക്ഷെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെല്ലുമ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്ന് ഉപയോഗിക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന പോലത്തെ ഒരു വിൻഡോ വരും. അതിനുശേഷം നമ്മുടെ ഐറ്റംസിൻ്റെയൊക്കെ ബാർകോഡ് ഇവിടെ സ്കാൻ ചെയ്ത് കൊടുക്കുക. എല്ലാം സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഫിനിഷ് ആൻഡ് പേ എന്ന് കാണിക്കും. ഇപ്പോൾ കാണിക്കുന്നില്ല, ഇത് അവരുടെ ഹാപ്പിനെസ് കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ യെസ് എന്ന് അടിക്കാം. അതിനുശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ അവിടെ അടിച്ചു കൊടുക്കാം. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഓപ്ഷൻ കണ്ട ഓൺലൈൻ കാർഡ് എന്നാണ് കാണിച്ചത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പണി കഴിഞ്ഞു. താഴെ പേയ്മെൻറ്റിൻ്റെ മെഷീനിൽ ഇതെങ്ങനെ കാണിക്കും, നമ്മുടെ എമൗണ്ട് കാണിക്കും. അവിടെ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണിക്കും. ഞാൻ ബെനിഫിറ്റിൽ നിന്നാണ് പേ ചെയ്യുന്നത്, അതുകൊണ്ട് ആ QR കോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ QR കോഡ് വലുതായിട്ട് വരും. നമ്മുടെ ബെനിഫിറ്റിൽ നിന്ന് സ്കാൻ ടു പേ എടുത്തിട്ട് അതിൽ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ സ്ലിപ്പ് വരും. അതിനകത്ത് വീണ്ടും യെസ് എന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് ഇതിൽ വരും. ഇനി നമ്മുടെ ഐറ്റംസൊക്കെ കവറിലാക്കുക. ബില്ലിൽ ആ ബാർകോഡ് കൊണ്ടുപോയി ഇവിടെ സ്കാനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്കുള്ള ഗേറ്റ് അവിടെ തുറക്കും, പുറത്തേക്ക് പോകും.